ഹലോ. ഹാപ്പിനെസ് എങ്ങനെ കണ്ടെത്താമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഇന്ന് മട്ടാഞ്ചേരി വഴി ഒന്ന് ഔട്ടിങ് പിടിച്ചാലോന്ന് വിചാരിച്ചത്. അങ്ങനെ റെഡിയാവലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി ഞങ്ങൾ മട്ടാഞ്ചേരിയിലെത്തി. ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. ഈ സാധനം കണ്ടോ, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പോൾ കയ്യിലില്ല. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ നല്ല രസമായിട്ട് കാണാം. പക്ഷേ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ആകെപ്പാടെ എനിക്ക് മനസ്സിലായത് ഇത് നല്ലൊരു ഡയറിയാണ്. എനിക്ക് അത്യാവശ്യം ഡയറി എഴുതുന്ന ശീലമുണ്ട്, പക്ഷേ ഡെയിലി എഴുതാറില്ല. അതിൻ്റെ ഡയറി ഒന്ന് പറയാവോ എന്നെനിക്കറിയത്തില്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. പ്രത്യേക ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുരാതനമായ ഒരു ബുക്കിൻ്റെ ഒരു മോഡൽ ഇതുണ്ട്. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞായിരുന്നു കേട്ടോ, പേരൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല സൗണ്ടൊക്കെ കേൾക്കാം. ഇതാണ് ജൂട്ടോ. ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. കാഴ്ചകൾ മാത്രമല്ല, നമുക്കിതെല്ലാം വാങ്ങാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്ന് വാങ്ങുകയല്ല ലക്ഷ്യം, ഇതൊക്കെ കാണുകയാണ് ലക്ഷ്യം. ബിക്കോസ് കയ്യിൽ പൈസയില്ല. ഇവിടെ എല്ലായിടത്തും ഫോട്ടോസൊന്നും അലൗഡ് അല്ല കേട്ടോ. ഞങ്ങൾ പലയിടത്തും കയറി ഫോട്ടോസ് എടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്ന്. പിന്നെ പറ്റിയ രീതിയിലൊക്കെ അവിടുത്തെ വിഷ്വൽസൊക്കെ നമ്മൾ കൂടെ കൂട്ടി. ഇവിടെ ഞാൻ കുറച്ച് ഓട്ടുപാത്രങ്ങളൊക്കെ കണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ കുഞ്ഞിലത്തെ എന്തോ മെമ്മറീസൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ബ്ലിങ്കടിച്ച് പോകുന്നുണ്ടായിരുന്നു. ഒത്തിരി കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ശരിക്കും ഒന്ന് ഫ്രീ ആവും കേട്ടോ. നമ്മൾ വെറുതെ ആണെങ്കിലും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ തന്നെ ചടഞ്ഞു കുത്തിയിരിക്കുന്നതിലും നല്ലത് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, കുറച്ച് കാഴ്ചകളൊക്കെ കാണുക, ജസ്റ്റ് പുറത്തുള്ളവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക. ഇതൊക്കെ ആയിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. ഞാനിങ്ങനെ വീട്ടിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആകെ മൂഡ് ഓഫ് ആവും. ഡെയിലി നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആവുമല്ലോ. ഞാൻ അങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരുന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകാം, ജസ്റ്റ് ഒന്ന് പോയി വരാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങി. പക്ഷേ ഉണ്ടല്ലോ, കുഞ്ഞാണെങ്കിലും ഞാനാണെങ്കിലും ഭയങ്കരമായിട്ടും ഒന്ന് നല്ലപോലെ റീഫ്രഷായി. ഇത്തവണ ഞങ്ങളുടെ ഈ കുട്ടി ഔട്ടിങ്ങിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബ്രദർ കൂടി ഉണ്ടായിരുന്നു. ആൾക്ക് തീരെ വരാൻ മടിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വലിച്ചഴിച്ച് അവനെയും കൂടി കൂട്ടി. എന്തിനാണെന്നറിയോ, കുഞ്ഞിനെ കയ്യിൽ പിടിക്കാൻ ഒരാളും കൂടി ആണെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ടെല്ലാം കാണാമല്ലോ. അതൊന്നും അല്ല കേട്ടോ, അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാനായിട്ടൊന്നും ടൈം കിട്ടിയില്ല. ആൾ പെട്ടെന്നായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ആളെയും കൂട്ടി ഞങ്ങൾ ഈ ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങി. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നും ഏതോ കൊട്ടാരത്തിലേക്ക് പോകുന്നു, പക്ഷേ ഇതൊരു റെസ്റ്റോറൻറ്റിലേക്കുള്ള കവാടമായിരുന്നു. ഇതാണ്ട് നമ്മുടെ സിദ്ധു കുഞ്ഞിന് കുറച്ച് പ്രാവുകളെയും കിട്ടി, അതുമായിട്ട് കളിയാണ് കേട്ടോ. നമ്മളിവിടെ കുറച്ച് കടല മേടിച്ച് തിന്നുന്ന ഗ്യാപ്പിൽ അവൻ അതുങ്ങളുമായിട്ട് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരി പാലസിലൊക്കെ കയറി. ബട്ട് അവിടെയും വിചാരിച്ച പോലെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ബ്രദറിനെയും ചില്ലാക്കി ഞങ്ങൾ ബസ്സിൽ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ കുട്ടി ഔട്ടിങ്ങിൻ്റെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.